ഹരിപ്പാടുകാരൻ ശിവൻകുട്ടിയുടെ കൊലപാതകം, ദാരുണമായ കൊലപാതകമാണ്. ആ കൊലപാതകം, അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ ചടുലമായിട്ട് തന്നെ പോലീസ് നടത്തി. നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. വളരെ പെട്ടെന്ന് നടത്തിയിട്ട് ഇതിലെ പ്രതികളെയെല്ലാം പിടികൂടിയിട്ടുണ്ട്. ഇനി ആകെപ്പാടെ ഒരാളെ ഉള്ളു പിടിക്കാൻ. ഈ സ്വർണം വിൽക്കാനായിട്ട് യുവമാരെ സഹായിച്ചേക്കുന്ന ഒരാളുണ്ട്. അപ്പം ഇതിലെ ഒരു പ്രതിക്ക് 16 വയസ്സും മറ്റ് 2 പ്രതികൾക്ക് 17 വയസ്സ് വീതവുമാണ് ഉള്ളത്. ഈ കൗമാരക്കാരെന്ന് നമ്മൾ പറയുന്നത്. ഈ പെൺകുട്ടിക്ക് 13 വയസ്സേ ഉള്ളൂ. ഇതിൻ്റെ മുഖ്യ സൂത്രധാര എന്ന് പറയുന്നത് ഈ പെൺകുട്ടി തന്നെയാണ്. ഈ പെൺകുട്ടിയാണ് ഇതെല്ലാം റെഡിയാക്കി ശരിയാക്കി കൊടുത്തേക്കുന്നത്. ഇന്നത്തെ കാലത്ത് സിനിമകൾ ഈ യുവാക്കളെ, കൗമാരക്കാരെ പ്രത്യേകിച്ച് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മളൊന്ന് കണ്ടറിയണം. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ ഈ പിള്ളേരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കണം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന്. ഒരു 2-3 സിനിമകളുടെ പേര് പറയും. ആ 3 സിനിമയൊന്ന് കണ്ടു നോക്കണം, എന്നാലേ അറിയൂ അതിൻ്റെ ആ ഗുരുതരാവസ്ഥ. ഒന്ന് അവർ പറയുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമയാണ്. നമുക്കറിയാമല്ലോ എന്തുവാന്ന് അതിനകത്ത്. അതൊന്ന് കണ്ടു നോക്കണം. അതിനകത്തുള്ള വയലൻസ് എന്ന് പറയുന്നത് അത്രത്തോളം വലിയ വയലൻസാണ് കാണിച്ചേക്കുന്നത്. അത് ഈ പിള്ളേർക്ക് തിയേറ്ററിൽ കയറി കാണുന്നതിന് തടസ്സമുണ്ടായിരുന്നു. പക്ഷേ യുവമാരെല്ലാം അത് മൊബൈലിലും അതുമൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അത് ഇഷ്ടംപോലെ അവർ ഐപാഡിലും ഇതിലും ഒക്കെ ആയിട്ട് നെറ്റിൽ നിന്നത് ഡൗൺലോഡ് ചെയ്ത് അവർ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റേ സിനിമ ദുരന്തർ എന്ന് പറയുന്ന അതിൻ്റെ 1ഉം 2ഉം, ദ റിവെഞ്ച് എന്ന് പറയുന്ന 2ാമത്തെ ഭാഗം, ആദ്യത്തതും ദുരന്തറിൻ്റെ 1ാം ഭാഗവും. ഇത് രണ്ടിലും കാണിക്കുന്ന വയലൻസ് എന്ന് പറയുന്നത് അതിഭീകരമാണ്. പക്ഷേ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. അതിൻ്റെ കാര്യം എന്തെന്നറിയോ? ഈ കൗമാരക്കാരുടെ മനസ്സിലേക്ക് അവർ കണ്ടിട്ടില്ലാത്തതും അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തതും അവർ ഇമാജിൻ ചെയ്യാത്തത് പോലുമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവർക്കിതൊക്കെ വലിയ പുതുമയാണ്. അത് അവരെ ആകർഷിക്കുകയാണ്. നമുക്ക് കണ്ട മനം പുരട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ കാണിക്കുന്നത്. ഈ തലയടിച്ചങ്ങ് ചമ്മന്തിയാക്കുന്നതും തലച്ചോറ് ചെതറുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ശരിയായ മനസ്സുള്ളവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഞാനിത് കണ്ടു നോക്കിയിട്ട് എനിക്ക് മനം പുരട്ടലുണ്ടാക്കിയെന്നുള്ളതല്ലാതെ എന്നെ ഇത് ആകർഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ നിരോധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സിനിമകളൊന്നും വരാൻ പാടില്ല. അതിന് സർട്ടിഫിക്കറ്റ് എന്നല്ല, അതിനപ്പുറത്തോട്ടുള്ള ഏത് സർട്ടിഫിക്കറ്റ് കൊടുത്താലും കാര്യമില്ല. കാരണം ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കരുത്, ഇങ്ങനെയുള്ളത് പാടില്ല എന്നുള്ളത് ആക്കണം. ഇംഗ്ലീഷ് സിനിമകളോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് സിനിമകളിലൊന്നും നമുക്കിത് ഇത്രത്തോളം വയലൻസ് കാണാൻ കിട്ടത്തില്ല. ഞാൻ മിക്കവാറും ഇംഗ്ലീഷ് ഫിലിംസ്, ഇപ്പോൾ കൊളംബിയയുടെയും യൂണിവേഴ്സലിൻ്റെയും ഒക്കെ ഫിലിംസ് മുഴുവൻ കാണുന്ന ആളാണ് ഞാൻ. ചിലപ്പോൾ അതിനകത്ത് സെക്സിൻ്റെ അതിപ്രസരം ചിലതിൽ കാണും. പക്ഷേ ആ ഭാഗം അങ്ങ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വളരെ നല്ല ഫിലിംസാണ്, സിനിമകളാണ് അതിൽ കാണാൻ കിട്ടുന്നത്. ബാക്കി പിന്നെ ഈ വയലൻസ് ഏറ്റവും കൂടുതലുള്ളത് ഈ കൊറിയൻ ഫിലിംസും അതിൻ്റെ സീരിയലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വളരെ വലിയ വയലൻസ് കാണും. അതെല്ലാമാണ് ഈ ആകർഷിച്ചാണ്, അതിൽ നിന്നൊക്കെ മോഷിച്ചാണ് ഇതുപോലുള്ള സിനിമകൾ ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇതുപോലുള്ള ഇത്രത്തോളം തലയടിച്ചങ്ങ് ചാതയ്ക്കുക ഓരോരുത്തരുടെ ഇതൊക്കെ വരുന്നത് അതാണ്. പിന്നെ കൈയും കാലും ഒക്കെ നമ്മൾ നോക്കിയിരിക്കും, വെട്ടിക്കളയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അതെല്ലാം ഇതുപോലുള്ളതെല്ലാം കാണിക്കുന്നത് ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ എടുക്കുന്ന രീതികളാണ്. ഇതൊക്കെ കണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വഷളായി പോകുന്നത്. ഇപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഈ 2017 ഇറങ്ങിയ ഒരു തമിഴ് സിനിമ സ്പൈഡർ എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ നിന്നാണ് പ്രചോദനം കിട്ടിയെന്ന് പറയുന്നു. അതിലൊരു ബാലൻ ഈ ഒരുപാട് പേരെ ഒരു സീരിയൽ കില്ലറായിട്ട് മാറിയിട്ട് ഒരുപാട് പേരെ കൊലപ്പെടുത്തുന്നുണ്ട്. ഈ തലയിൽ വലിയ കല്ലെടുത്തിട്ടാണ് കൊല്ലുന്നത്, തലയെ ചതച്ച് കൊല്ലുന്നത്. ഇത് പക്ഷേ അത് ഈ സിനിമയിൽ നിന്നൊന്നും അല്ലാതെ തന്നെ കേസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു കേസ് വന്നിട്ടുണ്ട്. അതായത് ഒരു സീരിയൽ കില്ലർ ഈ വഴിയരിവിൽ കിടന്ന് ഉറങ്ങുന്ന ഭിക്ഷക്കാരെ പോലുള്ള ആളുകളുണ്ട്, ഒന്നുമില്ലാത്തവർ, കൂടുതലും ഭിക്ഷക്കാരാണ്. അവരുടെ തല ഇതേപോലെ വലിയ പാറക്കല്ലെടുത്ത് ഇട്ട് കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൊലപാതകങ്ങൾ ഒരുപാട് കാണാനിടയായിട്ടുണ്ട്. അങ്ങനെയുള്ള 2 കേസ് വന്നിട്ടുള്ളത്. ഒരെണ്ണം ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ശിക്ഷിച്ച ഒരു കേസാണ്. തന്നെ ഇതുപോലെ തന്നെ ഒരുത്തൻ്റെ തലയിൽ ഈ കല്ലെടുത്തിട്ട്, ചെറിയ കാര്യത്തിനാണ് വിരോധം, കല്ലെടുത്തിട്ടിട്ട് അവനെ വലിച്ചഴിച്ച് ആ ബോഡി വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് ഒരു കല്ലറ പൊക്കി അതിനകത്ത് അങ്ങിട്ടു.
പള്ളിയുടെ ശവക്കല്ലറ പൊക്കിയിട്ട് അതിലിട്ടു. എന്നിട്ട് അതിന് മേളിൽ കിടന്ന് ഉറങ്ങി. സ്ഥിരമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നവൻ ഈ കല്ലറയുടെ മേളിൽ കിടന്ന് ഉറങ്ങുന്നവനെ കാണാൻ വെക്കും. അപ്പോൾ അതിൽ മൊഴി കൊടുത്തപ്പോഴും പറയുമ്പോഴും ഒക്കെ എന്തെന്നറിയാൻ, ഇവൻ ഉറങ്ങുന്ന കല്ലറ ആ കല്ലറ, മറ്റവൻ ഉറങ്ങുന്നതും അപ്പുറത്തെ കല്ലറ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഒത്തിരി പേര് ഈ കല്ലറയുടെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നവരുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഈ ശവക്കല്ലറകളിലെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നവന്മാരുടെ കാര്യം? അങ്ങനെയുള്ളവന്മാരുണ്ട്. അതാണ് അതിനകത്ത് വന്ന കാര്യം. ഞാൻ കണ്ടതാണ്, എനിക്ക് തെളിവ് വന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. പിന്നെ വേറൊരെണ്ണം, അതിന് തെളിവൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് അത് ശിക്ഷിക്കാനൊന്നും പറ്റിയില്ല. കാരണം അത് ഒരു സീരിയൽ കില്ലറെന്നും പറഞ്ഞാണ് അയാളെ കൊണ്ടുവന്നത്. എന്നാൽ 8-10 പേരുടെ തല ഇതുപോലെ ചമ്മതിയാക്കിയതുണ്ട് ഇടിച്ച്. അതിലൊരുത്തനെ പിടിച്ചോണ്ട് വന്നു. പക്ഷേ അവനെതിരെ ഒരു തെളിവുമില്ലായിരുന്നു, ഒന്നുമില്ല, ഒരു തെളിവുമില്ല. അതുകൊണ്ട് വെറുതെ വിടണ്ടായിട്ട് വന്നു. അയാളാണോ അല്ലയോ ചെയ്തതെന്ന് എനിക്ക് ഉറപ്പ് പറയാനൊക്കത്തില്ല. പക്ഷേ നിയമത്തിന് മുമ്പിൽ അയാൾ ചെയ്തതായിട്ടുള്ളതിന് യാതൊരു തെളിവുമില്ലായിരുന്നു. അതുകൊണ്ട് അയാളെ വിടണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്തെന്നറിയാം, ഇവിടുന്ന് നടന്ന ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ 16 മുതൽ 18 വരെയുള്ള പിള്ളേർക്ക് യഥാർത്ഥത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ആ സംരക്ഷണം കൊടുക്കണോ വേണ്ടയോ ഇങ്ങനെയുള്ളപ്പം എന്നാലോചിക്കണം. ഇത്രയും ഹാർഡൻഡ് ക്രിമിനൽ, ഇത് സാധാരണ ഒരു വലിയ കൊടുങ്കുറ്റവാളി പോലും ചെയ്യാത്ത, പ്രായമുള്ള ആളുകൾ പോലും ചെയ്യാത്ത കാര്യമാണ് ഈ കുട്ടി കുറ്റവാളികൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നവർ ചെയ്തേക്കുന്നത്. കാരണം എന്താ, ഇവർ ചെയ്ത ഒരു കുഴപ്പമില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് അവിടെ ജുവനൈൽ കോടതിയിൽ ഒന്ന് പോവും, ഒരു 3-4 വർഷത്തേക്കുള്ള വല്ലതും കാണും, അവിടെ അനങ്ങാതെ ചാപ്പാടും ഒക്കെ കഴിച്ച് കിടക്കാം, തിരിച്ച് അവിടെ കിടന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇറങ്ങി വരാം. യുവന്മാർക്ക് ഈ ഒരു ധാരണയുണ്ട്, അതാണ് കാര്യം. ഇത് ഇങ്ങനെയുള്ളവന്മാർ ബലാത്സംഗം ചെയ്താലും അതുപോലെ തന്നെ ഇതുപോലെ മർഡറൊക്കെ നടത്തിയാൽ, ഹീനസ് ആയിട്ടുള്ള ക്രൈം ചെയ്താൽ അവരെ മുതിർന്ന ആളുകളായിട്ട് കണക്കാക്കണം. ഒരു 16 വയസ്സെങ്കിലും ആയി കഴിഞ്ഞാൽ, 16 വയസ്സൊക്കെ ആവുന്നവന് ഇതിന് ചിന്തിക്കാനൊക്കെ ശേഷിയുണ്ട്. അതൊന്നും തിരിച്ചറിയണം. ആ രീതിയിലുള്ള മൂവ് വേണം. കാരണം ഇവനൊക്കെ ഇങ്ങനെയുള്ള പരിരക്ഷ കൊടുക്കരുത്. പിന്നെ 13 വയസ്സ് അത് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. എത്ര കൊടുങ്കുറ്റവാളി ആയാൽ പോലും ആണെന്ന് നമ്മൾ പറഞ്ഞാലും അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിരക്ഷ കിട്ടും. ഈ 16 വയസ്സുള്ളതിനെയൊക്കെ ഇങ്ങനെ ഒന്നും പുറത്ത് പറഞ്ഞയക്കരുത്. സാധാരണ കോടതിയിൽ, സെഷൻസ് കോടതിയിൽ ട്രയൽ നടത്തണം, ശിക്ഷിച്ചു വിടണം. അതാണ് ചെയ്യേണ്ട, തെളിവുണ്ടെങ്കിൽ. പിന്നെന്താ, ഇത് നോക്കിക്കോണം. ഈ അറേഞ്ച്മെൻറ്റ് നോക്കിയാണ് യവന്മാർ ചെയ്തേക്കുന്നത്. യവന്മാർ ട്രെയിനിൽ പരവൂരിന്ന് കയറി ഇവിടെ വന്നു, ഹരിപ്പാട് ഇറങ്ങിയിട്ട് ഈ പെൺകുട്ടി മൊബൈലിനകത്ത് അവർക്ക് കോളില്ല, വീട് പറഞ്ഞു കൊടുക്കുകയാണ് മുഴുവൻ. അതിൻ്റെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, എന്നാലും വഴിയെല്ലാം കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. അവന്മാർ ഒരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് റെഡിയായിട്ട് അവിടെ വന്ന് ഇറങ്ങി. നോക്കി അതൊക്കെ ചുറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞ് ആദ്യം ഓട് പൊളിച്ച് കല്ല് പറക്കി കല്ലെടുത്തിടാം ഈ സ്പൈഡറിലെ എന്നുള്ളതായിരുന്നു ധാരണ. നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഓട് പൊളിച്ച് നോക്കിയപ്പോൾ പലയിടത്തും നോക്കിയപ്പോൾ മച്ചുണ്ട്, അതിൻ്റെ മേളിൽ തട്ടടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈടാൻ പറ്റത്തില്ല. അപ്പം നോക്കി നടന്നപ്പോൾ എന്താണെന്നറിയോ, ഈ പെൺകുട്ടി തന്നെ പറഞ്ഞു കൊടുത്തെന്നാണ് പറയുന്നത്. ആ ബാത്റൂമിൻ്റെ മേളിൽ ആസ്പെറ്റോസ് ഷീറ്റാണ്, അതിലേക്കൂടെ അതിൻ്റെ ആ വെന്റിലേറ്ററിൽ കൂടെ സുഖമായിട്ട് കയറാമെന്ന്. യവന്മാരെല്ലാം മെലിഞ്ഞ ആളുകളാണ് യവന്മാർ 3. അവന്മാർ സുഖമായിട്ട് അത് 2 അവന്മാർ അതിൽ കൂടെ കയറി വന്നു. അകത്തുനിന്ന് വാതിൽ തുറന്നു കൊടുത്തിട്ട് കൂടെ കയറ്റി വാതിലും അടച്ചപ്പോഴത്തേക്ക് ഇയാൾ എഴുന്നേറ്റ് അപ്പോഴത്തേക്ക് ഇയാളെ തലയ്ക്ക് ഒരുപാട് അടിച്ചു. അയാൾ ബോധരഹിതനായിട്ട് വീണു. ഹെമറേജൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബോധരഹിതനായിട്ട് വീണു. അങ്ങനെ കിടന്നപ്പോൾ ഇയാളെ കൈയും കാലും എല്ലാം അങ്ങ് പൂട്ടിക്കെട്ടി ഇയാളെ ആ അബോധാവസ്ഥയിൽ കിടന്ന് ഇയാളെ ശ്വാസം മുട്ടിച്ചങ്ങ് കൊന്നു. ഇപ്പം അതിൻ്റെ വെർഷൻ പറയുന്ന ഈ കുട്ടിക്ക് ഇത് ഇയാളെടുത്ത് വൈരാഗ്യം ഉണ്ടെന്ന് പറയാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതിൻ്റെ അമ്മയെ ഒരു ആദ്യത്തെ വിവാഹത്തിലുള്ളതാണ്. ഇയാളുടെ മകളുടെ ആദ്യത്തെ വിവാഹത്തിലുള്ള മകളാണ് ഈ പെൺകുട്ടി. അതിനെ നോക്കാനും കാണാനും ഒന്നുമില്ല. രണ്ടാമത് ഈ സ്ത്രീ വിവാഹം കഴിച്ചു മാറി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ഒരു പരിരക്ഷയില്ലാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് പല തലങ്ങളിൽ നിന്നതാണ് വളർന്നതൊക്കെ. അതായത് ചിൽഡ്രൻ ഹോമിലും ഒക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇത് പല കൂട്ടുകാരുടെ വീട്ടിലും ഒക്കെ താമസിച്ചു. അങ്ങനെ കൊല്ലത്ത് താമസിക്കേണ്ട, പരവൂരിലോ ഭാഗത്തെങ്ങാണ്ട് താമസിക്കേണ്ടതായിട്ട് വന്നപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് ഇതിലെ ഒരു ആദ്യത്തെ പ്രതി. 17 വയസ്സുകാരനാണ്. അവൻ കാമുകനാണെന്നാണ് പറയപ്പെടുന്നത്. 13 വയസ്സുകാരിയാണ്. പ്രേമം തുടങ്ങിയിട്ട് 2-3 വർഷമായി. ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, എന്തുവാന്ന് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമൊന്നും. എന്തോ ആവട്ടെ. അവസാനം പിന്നെ പറയുന്നത് എന്താണെന്ന് അറിയാം, ഇപ്പം അതിനെ പറയുന്നത് ഈ മൂപ്പലാൻ്റെ അടുത്ത് വിരോധം, വല്യപ്പൻ്റെ അടുത്ത് വിരോധം വരാനുണ്ടായ കാര്യം ഇതിനെ അയാൾ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ്, ലൈംഗികമായിട്ട്. അതിപ്പോൾ ഒരു കാർഡാണ്. ഈ പോക്സോയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുന്ന ഒരു കാർഡായത്.
പിള്ളേരൊക്കെ ഇതുപോലൊക്കെ വിളിച്ച് പറയും. എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ? അയാൾക്ക് തെളിയിക്കാൻ ഒരു മാർഗമില്ല. ഈ പിള്ളേരിത് പറയും, പക്ഷേ അത് വിശ്വസനീയമായിരിക്കണം. ഈ കുട്ടി ഇയാളെക്കുറിച്ചുള്ള അലിഗേഷൻ പറയുന്നത് നമുക്ക് സംശയം വരുന്നേ, അതായത് അത് ശരിയല്ല എന്ന് തോന്നുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. കാരണം ഇത് വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് താമസിച്ച രാത്രി വീട്ടിൽ വരുന്നത്, അതിന് ഇയാൾ വഴക്ക് പറയും. മാത്രമല്ല യവന്മാരുമായിട്ടുള്ള കമ്പനി, അതായത് ഈ പയ്യനുമായിട്ടുള്ള കമ്പനി, ഇയാൾ അതിന് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയെ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരുപാട് സമയം മൊബൈൽ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്നു, അതിനും ഇയാൾ തെറി പറഞ്ഞിട്ടുണ്ട്, അതിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ചുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇയാളെ അങ്ങ് ഒഴിവാക്കണം എന്നുള്ളത് യവന്മാരെ പറഞ്ഞ് മനസ്സിൽ സ്പിരിറ്റ് കയറ്റിയേക്കുന്നത്. അതിൻ്റെ കൂടെ മേമ്പടി എന്നുള്ള നിലയ്ക്ക് ഇയാൾ അതിനെ ഉപദ്രവിക്കും എന്നും കൂടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിച്ചിരി വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുള്ള കാര്യവുമാണ്. ഇത് ഇയാൾ ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിലും അയാളുടെ പേര് ഇനി നടപടിയൊന്നും നോക്കത്തില്ല, കാരണം അയാൾ തട്ടിപ്പോയി, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇങ്ങനെ ഇതിനെ ഈ കുട്ടിക്ക് അഥവാ അതിനെ ഉപദ്രവിക്കും പോലും അതിനുള്ള മാർഗം ഇതാണോ? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആ കുട്ടിക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയാൽ പോലും മറ്റേ യവന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അവന്മാർ ഈ കൊലപാതകം നടത്തുന്നതിനായിട്ട് കൂലി പറഞ്ഞിട്ടുണ്ട്, മോട്ടോർ സൈക്കിൾ വാങ്ങാനുള്ള പൈസ കൊടുക്കാമെന്ന്. ഈ പെണ്ണിന് ഒരു മൊബൈലും, ഇതാണ് വേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ചോദ്യം ചെയ്യൽ എന്താ? ഇയാളിങ്ങനെ അവിടെ മരിച്ച് കിടക്കുകയാണ് ഈ അപ്പൂപ്പൻ. അന്നേരമാണ് ഈ പെണ്ണ് രാവിലെ ഒരുങ്ങി നിൽക്കുന്നത് പരീക്ഷ എഴുതാൻ പോയി, ഓണപ്പരീക്ഷയ്ക്ക്. അപ്പോഴേ ഇതിൻ്റെ കോൺട്രാക്റ്റിൽ നിന്ന് തന്നെ പിടികിട്ടും. എല്ലാം അറേഞ്ച് ചെയ്തിട്ട് രാത്രി അവിടെ നിന്ന് മാറി നിന്നതാണ്. അതെല്ലാം മനസ്സിലാക്കും പെട്ടെന്ന് കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റി പോലീസുകാർക്ക്. അങ്ങനെയാണ് പിടി വീണത്. ഏതായാലും ഇതിൽ ശരിയായ അന്വേഷണം നടക്കണം, സത്യം പുറത്തോട്ട് വരണം. സത്യം ഇനി പുറത്തോട്ട് വരാനൊന്നും ഇല്ല ഇതിനകത്ത്. അവന്മാരും അത് ആക്റ്റൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല റിക്കവറി ഉണ്ട്, ഡിസ്കവറി ഓഫ് എ മെറ്റീരിയൽ ഓബ്ജക്റ്റ്. അതായത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ടുള്ള സ്വർണം, അതിൽ നിന്ന് 1.5 പവൻ അവന്മാർ വിറ്റിട്ടുണ്ട്. 16,000 രൂപയ്ക്കോ അങ്ങാണ്ട്, എത്ര 1,60,60,000 രൂപയ്ക്കോ മറ്റോ വിറ്റു. ആ വിറ്റത് വേറെ ഒരുത്തൻ വഴിയാണ് വിറ്റേക്കുന്നത്. അവനും കൂടെ പിടിച്ചാൽ മാത്രം മതി. അവൻ ഈ കൊലപാതകത്തിൽ പങ്കൊന്നും ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതറിയണം, അന്വേഷിക്കണം. യവന്മാർ അത് വിറ്റ് അതിന് വലിയ എവിഡൻസാണ്. യവന്മാരെ തിരിച്ചറിയും. അതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശിക്ഷിക്കാൻ വളരെ സാധ്യതകളുള്ള ഒരു കേസാണ്. മാത്രമല്ല അവന്മാർക്ക് അവിടുന്ന് ഇവിടെ വരെ വരാൻ യാതൊരു കാര്യമില്ല, റീസൺ ഇല്ല. പരുവൊക്കെ കിടക്കുന്നവന്മാർ ഈ ഹരിപ്പാട് ഇതുപോലെ പാതിരാത്രി വന്ന് ഹരിപ്പാട് കയറേണ്ട കാര്യമില്ല. അതൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ് മാത്രമേ അവന്മാർക്ക് തെറ്റിപ്പെട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് ചെയ്തു. മാത്രമല്ല ഇത് ആദ്യം ഇയാളെ വണ്ടി ഇടിച്ചു കൊല്ലാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ അതൊക്കെ നടക്കുന്നില്ല, അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പല മാർഗങ്ങളും ആലോചിച്ചു. കാരണം ഇയാളെ എങ്ങനെയെങ്കിലും കൊല്ലണം, ഇവിടുന്ന് സ്വർണവും പണവും എടുത്തുകൊണ്ട് പോകണം, അത് വേണം. ഇങ്ങനെയുള്ള 2 കാര്യം കൂടെ ക്ലബ് ചെയ്തതാണ്. ഏതായാലും കുട്ടിക്കുറ്റവാളികൾ എന്നിവരെ പറയാൻ പറ്റുമോ? ചിന്തിക്കുക.